ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡ് റെസിപ്പി ആയിട്ടാണ്. ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നുമില്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ഡേറ്റ്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. കണ്ടോ, ഇത്രയും ഫ്രൂട്ട്സ് അല്ല കേട്ടോ എൻ്റെ അടുത്ത്. കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് മുന്തിരി ഉണ്ട്. മുന്തിരി സീഡ്ലെസ് ആണ്. പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി കുറച്ച് ചെറിയും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കസ്റ്റേർഡ് പാലിൽ കുറുക്കിയെടുത്തതാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണുന്നില്ല. എവിടെ പോകുമെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ 1 ലിറ്റർ പാലെടുത്തിരിക്കുന്നത്, അതായത് 500 ml 2 പാക്കറ്റ് പാല്. അതിൽ നിന്ന് ഞാനൊരു കുറച്ച് പാലെടുത്ത് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് ഈ പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കുറുകി വന്നപ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടോ. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് മുന്തിരിയാണ് ആഡ് ചെയ്തത്. അതിന് ശേഷം ഡേറ്റ്സ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാങ്ങ ഇട്ട് കൊടുത്തു. ലാസ്റ്റാണ് ചെറി ഇട്ട് കൊടുത്തത്. ഇപ്പം ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തണുപ്പിച്ച് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടി, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ എൻ്റെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡ് റെസിപ്പി ഇതാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഇവിടെ ഇരിക്കട്ടെ. എല്ലാവരും ഒന്ന് കാണണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്